മുടിയിലുണ്ടാകുന്ന നര മാറ്റാൻ വേരിൽ നിന്ന് സഹായിക്കുന്ന ഒരു അടിപൊളി കാര്യമാണ് ഞാൻ ഇന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നത്. ഈ പറയുന്ന പോലെ നിങ്ങൾ ചെയ്തു കഴിഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ മുടി ഒരെണ്ണം പോലും നരയ്ക്കുക പോലും ചെയ്യില്ല. അതെന്താണ് സംഭവം എന്നൊക്കെ ഉള്ളത് പറയാം. അതിന്റെ മുന്നേ നിങ്ങൾ ആദ്യമായിട്ടാണോ എന്റെ ചാനൽ കാണുന്നത്? ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് എന്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. എന്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ 1000 നന്ദി. മുന്നോട്ടും എന്നെ സപ്പോർട്ട് ചെയ്യണേ. സമയം കളയാതെ തന്നെ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. ഹായ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എന്നെ ഒന്ന് പരിചയപ്പെടുത്താം. എന്റെ പേര് റംസാനിയ. എന്റെ പ്രൊഫഷൻ എന്ന് പറയുന്നത് ഫാഷൻ ഡിസൈനിങ് ആൻഡ് ബ്യൂട്ടീഷ്യൻ ആണ്. മുടിയിലുണ്ടാകുന്ന നരം മാറ്റാൻ പല കാര്യങ്ങൾ ഇന്ന് നിലവിലുണ്ട്. അതൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ മുടിക്ക് ദോഷം ഉണ്ടാകുന്നത് തന്നെയാണ്. വേരിൽ നിന്ന് തന്നെ മുടി കറക്കുന്നതാണ് എപ്പോഴും നല്ലത്. നിങ്ങൾക്ക് ഈ പറയുന്ന കാര്യത്തിൽ നിന്ന് സാധിക്കും. ഇന്ന് ഞാൻ വേറൊരു കാര്യം കൂടി നിങ്ങളിലേക്ക് ഷെയർ ചെയ്യുന്നുണ്ട്. ആയുർവേദിക് പരമായിട്ടുള്ള കാര്യമാണ്. അതും നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന നരം മാറ്റാനും വേരിൽ നിന്ന് സഹായിക്കുന്നതാണ്. ഈ പാക്ക് ഉണ്ടാക്കിയതിന് ശേഷം മുടിയിൽ അപ്ലൈ ചെയ്തിട്ട് കഴുകുമ്പോൾ കാണാം മുടി കറക്കുന്നത്. നിങ്ങളുടെ മുടി ഇനി ഒരിക്കലും നരയ്ക്കാത്ത രീതിയിൽ കറക്കാനായിട്ട് ഈ പാക്കിൽ നിന്ന് സാധിക്കും. സമയം കളയാതെ തന്നെ നമുക്ക് ആ ഒരു പാക്ക് തയ്യാറാക്കാം. അതിനു മുന്നേ ഞാൻ ഒരു കാര്യം പറഞ്ഞോട്ടെ. മുടിയിൽ നര വരുന്നത് എന്തുകൊണ്ടാണെന്നുള്ളത് പറയാം. നമ്മുടെ അമിതമായിട്ടുള്ള ടെൻഷൻ കൊണ്ട്, ജീവിത ശൈലി കൊണ്ട്, പാരമ്പര്യം കൊണ്ട്, ഹോർമോൺ ചേഞ്ചസ് കൊണ്ടൊക്കെയാണ് നമ്മുടെ മുടി നരയ്ക്കുന്നത്. മുടി നര വന്നു കഴിയുമ്പോൾ ഒന്ന് നരയ്ക്കുന്ന കാണുമ്പോൾ അത് പിഴുത് കളയാൻ ഒരിക്കലും പാടില്ല. പിഴുത് കളയുമ്പോൾ അതിന്റെ ആ ഒരു റൂട്ടിൽ നിന്നുണ്ടാകുന്ന ആ ഒരു നീരുണ്ടാവും. അത് മറ്റുള്ള റൂട്ടിലേക്കും പോവുകയും ആ ഒരു മുടിക്കും നര വരികയൊക്കെ ചെയ്യും. അതുകൊണ്ട് ഒരിക്കലും മുടി നര കണ്ടു കഴിയുമ്പോൾ ഒരിക്കലും പിഴുത് കളയാനായിട്ട് പാടില്ല. എന്തായാലും നമുക്ക് സമയം കളയേണ്ട ആ ഒരു പാക്ക് തയ്യാറാക്കാം. അത് ഉപയോഗിച്ചിട്ടുള്ള ലൈവ് ചേഞ്ചസും അതിനെന്തെല്ലാം കാര്യങ്ങൾ വേണമെന്നുള്ളതും കാണാം. അതിലേക്ക് പോകാം. അകാല നര പലരെയും അലട്ടുന്ന പ്രശ്നമാണ്. അകാല നര മാറ്റാൻ ഒരു എളുപ്പമാർഗം പറഞ്ഞു തരട്ടെ. ഇനി നിങ്ങളുടെ മുടി ഒരു രീതിയിലും നരയ്ക്കുക പോലും ചെയ്യില്ല. ഈ മാർഗം ഒന്ന് ചെയ്തു നോക്കണേ. ഈ പാക്ക് ഉപയോഗിച്ചതിന് ശേഷം നിങ്ങളുടെ മുടിയിലുണ്ടാകുന്ന മാറ്റം നിങ്ങളെപ്പോലും ഞെട്ടിക്കും. എന്തൊക്കെയാണ് വേണ്ടതെന്നുള്ളത് പറയാം. നമ്മുടെ മുടിക്ക് വളരെയധികം മാറ്റം, അതായത് നരയുണ്ടാകുന്നതിന് കാരണങ്ങൾ പലതാണ്. അതിനൊക്കെ പരിഹാരം കിട്ടാൻ ഈ പറയുന്ന പാക്കിൽ നിന്ന് സാധിക്കും. അതായത് ബീട്രൂട്ട് ജ്യൂസ് എടുക്കാം, അതല്ലെങ്കിൽ ബീട്രൂട്ട് പൗഡർ എടുക്കാം. ഞാനിവിടെ എടുക്കുന്നത് ബീട്രൂട്ടിന്റെ പൗഡറാണ് എടുക്കുന്നത്. അളവെന്ന് പറയുന്നത് നമുക്ക് വേണ്ടത് 3 ടേബിൾ സ്പൂൺ ആണ് ബീട്രൂട്ട് പൗഡർ എടുക്കേണ്ടത്. നിങ്ങൾക്ക് ബീട്രൂട്ട് പൗഡറിന് പകരം ബീട്രൂട്ട് ജ്യൂസ് ആണ് എടുക്കുന്നതെങ്കിൽ അളവെന്ന് പറയുന്നത് നമ്മൾ ബാക്കിയുള്ള മിക്സ് ആക്കുന്നതിന് സമയത്ത് അളവൊന്ന് ശ്രദ്ധിച്ചാൽ മാത്രം മതി. അപ്പോൾ എടുക്കുമ്പോൾ 2-3 ടേബിൾ സ്പൂൺ ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കാം. ഞാനിവിടെ ബീട്രൂട്ടിൻ്റെ പൗഡറാണ് എടുക്കുന്നത്. അതൊരു 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ബീട്രൂട്ട് പൗഡർ എടുത്തിട്ടുണ്ട്. കാരണം ഇവിടെ ഇപ്പം ബീട്രൂട്ട് ഇപ്പം കിട്ടുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ബീട്രൂട്ടിൻ്റെ പൗഡർ വെച്ചിട്ട് ചെയ്യുന്നത്. നിങ്ങൾക്കിപ്പം ബീട്രൂട്ട് ഇപ്പം എല്ലാ ടൈമിലും കിട്ടുന്നതാണ്. പക്ഷേ ഇവിടുത്തെ എന്താണെന്ന് അറിയത്തില്ല, ഇപ്പം കിട്ടുന്നില്ല. ഇതിന് ശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത്, ഇപ്പം നോർമൽ ഹെയറിനാണ് ഞാൻ ചെയ്യുന്നത്. ലോങ് ഹെയറിന് ചെയ്യുമ്പോൾ അളവ് കൂട്ടിയാണ് എടുക്കേണ്ടത്. ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കുന്നത് ഇൻഡിഗോ പൗഡർ. ഇൻഡിഗോ പൗഡർ നമ്മുടെ മുടിയിലുണ്ടാകുന്ന നരയൊക്കെ കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. ഇപ്പം ഞാൻ നോർമൽ ഹെയറിനായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ ആണ് എടുക്കുന്നത്. ലോങ് ഹെയറിന് എടുക്കുന്ന സമയത്ത് അളവ് കൂട്ടിയാണ് നിങ്ങൾ എടുക്കേണ്ടത്. അതായത് ഒരു 4-3 ടേബിൾ സ്പൂൺ എടുക്കേണ്ടി വരും. ഇപ്പം നോർമൽ ഹെയറിനായതുകൊണ്ട് 2 ടേബിൾ സ്പൂൺ മാത്രം മതിയാകും. 2 ടേബിൾ സ്പൂൺ ഹെന്ന, അതായത് ഇൻഡിഗോ പൗഡർ ചേർത്ത് കൊടുക്കുകയാണ്. അങ്ങനെ 2 ടേബിൾ സ്പൂൺ ഇൻഡിഗോ പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതിലേക്ക് നമ്മൾ ചേർക്കാൻ പോകുന്ന അടുത്ത കാര്യം എന്താണെന്ന് വെച്ചാൽ ഹെന്ന പൗഡറാണ്. ഹെന്ന പൗഡർ നമ്മുടെ മുടിക്ക് വളരെയധികം നല്ലതാണ്. മുടിയിലുണ്ടാകുന്ന നരയൊക്കെ പെട്ടെന്ന് തന്നെ കുറയ്ക്കാൻ സാധിക്കുന്നതാണ്. കറക്റ്റായ രീതിയിൽ നമ്മൾ ഹെന്ന പൗഡർ ഉപയോഗിച്ചില്ല എങ്കിൽ അതായത് മുടി പൊട്ടിപ്പോകാൻ വരെ ഇടയാകും. ഈ പറയുന്ന രീതിയിൽ തന്നെ ചെയ്യാനായിട്ട് നോക്കണം. കറക്റ്റ് അല്ലാത്ത രീതിയിൽ നിങ്ങൾ ഒരു കാരണവശാലും ചെയ്തിട്ട് നിങ്ങളുടെ മുടി പൊട്ടിപ്പോയി എന്ന് പറഞ്ഞ് എന്നോട് കുറ്റം പറയല്ലേ. പലരും പറഞ്ഞു തരത്തില്ല. മുടി പൊട്ടുന്നതിനുള്ള നമ്മൾ ഹെന്ന പൗഡർ ഉപയോഗിച്ചതിന് ശേഷം മുടി പൊട്ടാനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ അത് കറക്റ്റ് അല്ലാതെ ചെയ്യുന്നത് കൊണ്ടാണ് അങ്ങനെ ഉണ്ടാകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ശ്രദ്ധിക്കണം. ഹെന്ന പൗഡറിൻ്റെ കൂടെ എന്തൊക്കെ ചേർത്താലേ നമ്മുടെ മുടിക്ക് അത് പൊട്ടൽ വരാതെ മുടിയിൽ നല്ല പോലെ ബ്ലാക്ക് കളർ, അതായത് കറുപ്പ് കളർ ഉണ്ടാവുകയുള്ളൂ എന്നുള്ളത് മനസ്സിലാക്കണം. ഞാൻ ഹെന്ന പൗഡർ എടുക്കുന്നത് അതായത് 3 ടേബിൾ സ്പൂൺ ആണ് ഹെന്ന പൗഡർ എടുക്കുന്നത്. ഓക്കെ, അങ്ങനെ 3 ടേബിൾ സ്പൂൺ ഹെന്ന പൗഡർ എടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് ചെറിയ രീതി നമുക്കൊന്ന് മിക്സ് ആക്കാം. അതിനുശേഷം നെല്ലിക്ക പൗഡർ എടുക്കാം. അതല്ലെങ്കിൽ ഇപ്പം നമ്മുടെ നാട്ടിലൊക്കെ നെല്ലിക്ക എപ്പോഴും കിട്ടുമല്ലോ. അങ്ങനെയാണെങ്കിൽ നെല്ലിക്കയുടെ ജ്യൂസ് നിങ്ങൾക്ക് ചേർക്കാം.
അപ്പം നമ്മൾ ബാക്കി വേറൊരു കാര്യം കൂടി മിക്സ് ആക്കും. അപ്പോൾ അതിൻ്റെ അളവ് കുറച്ചെടുത്താൽ മതിയാവും. ഇവിടെ എനിക്ക് നെല്ലിക്കയുടെ സീസൺ കഴിഞ്ഞ് ഇവിടെ, അതുകൊണ്ട് തന്നെ നെല്ലിക്ക കിട്ടാൻ വളരെയധികം ചാൻസ് കുറവായതുകൊണ്ട് തന്നെ ഞാൻ നെല്ലിക്ക കിട്ടിയ സമയത്ത് അത് ഉണക്കി പൊടിച്ച് വെച്ചിരിക്കുന്നതാണ് ഇവിടെ ഞാനിപ്പോൾ ചേർക്കുന്നത്. അതാണ് ഞാൻ ഇതിലേക്ക് ചേർക്കാൻ പോകുന്നത്. അതായത് നെല്ലിക്ക ആംല പൗഡർ. ഇപ്പം നിങ്ങൾക്ക് നെല്ലിക്ക കിട്ടുന്നില്ല എങ്കിൽ ഓൺലൈൻ വഴി ആംല പൗഡർ, അതായത് ആംല എന്നാണ് പറയുന്നത്, ആംല പൗഡർ നോക്കി നിങ്ങൾക്ക് മേടിക്കാം. വളരെ തുച്ഛമായിട്ടുള്ള എമൗണ്ട് മാത്രമേ ഉള്ളൂ. ഞാൻ എടുക്കുന്നത് ആംല പൗഡർ 1 ടേബിൾ സ്പൂണാണ് എടുക്കുന്നത്. ഇപ്പം നിങ്ങളിപ്പോൾ ലോങ് ഹെയറിന് എടുക്കുന്ന സമയത്ത് 2-3 ടേബിൾ സ്പൂൺ ചേർത്ത് കൊടുക്കാം. അങ്ങനെ ആംല പൗഡർ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇതൊന്ന് മിക്സ് ആക്കാം. അങ്ങനെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഇതിൽ ചേർക്കുന്നത് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ചേർക്കാവുന്ന, അതായത് നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ച തേയിലവെള്ളം വേണം, അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. തേയിലവെള്ളം ചേർത്ത് കൊടുക്കാം. ഓക്കെ, ഞാൻ കോഫി പൗഡറും എല്ലാം കൂടി ഇട്ട് നല്ല സ്ട്രോങ് ആയിട്ട് തിളപ്പിച്ച തേയിലവെള്ളമാണ് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത്. ഓക്കെ, നിങ്ങൾക്ക് വീഡിയോ കാണുന്ന സമയത്ത് ഭയങ്കര ഹാർഡ് കളറായിട്ട് തോന്നില്ലായിരിക്കും, നല്ല ഹാർഡ് കളർ തന്നെയാണ്. ഈ പൊടികളൊക്കെ നിങ്ങൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴെങ്കിലും സമയം കിട്ടും. നമുക്കിപ്പോൾ മുടിയിൽ ചെറിയ 2 നര കണ്ടു വരുമ്പോൾ തന്നെ ഇട്ടാൽ മതി, അപ്പം തന്നെ റൂട്ടിൽ നിന്ന് അത് പോകും. പൊടികൾ മേടിച്ച് വെക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് എപ്പോഴെങ്കിലും ചെയ്യാൻ സാധിക്കും. മിക്സ് ആക്കുകയാണ്. ഓക്കെ, മിക്സ് ആക്കി കൊടുക്കാം. കുറച്ചുകൂടെ ഒന്നുകൂടെ ഇച്ചിരി തേയിലവെള്ളം വേണ്ടി വരും എന്ന് തോന്നുന്നു. നിങ്ങൾ ബാക്കി തേയിലവെള്ളം കുറച്ച് കൂടുതലായിട്ട് ഉണ്ടാക്കിയിട്ട് ബാക്കി വരുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഒന്നെങ്കിൽ ഫ്രിഡ്ജ് വെക്കാം, പുറത്ത് വെച്ചാലും ചീത്തയാവില്ല. മുടി കഴുകുന്ന സമയത്ത് തേയിലവെള്ളം ഉപയോഗിച്ചുകൊണ്ട് മുടി കഴുകുകയാണെങ്കിൽ മുടിക്ക് വളരെയധികം റിസൾട്ട് കിട്ടും. മുടി വളർച്ച കൂട്ടാനും മുടിയിലുണ്ടാകുന്ന എന്തെങ്കിലും ഫംഗസ് ഇൻഫെക്ഷൻ മാറ്റാനും മുടിക്ക് നല്ല ബ്ലാക്ക് കളർ വീണ്ടെടുക്കാനും സഹായിക്കുന്നതാണ്. എന്തായാലും കുറച്ച് തേയിലവെള്ളം കൂടി വേണം, അതായത് കുറച്ചുകൂടെ ഒന്ന് ലൂസ് ആവേണ്ടതായിട്ട് തോന്നുന്നു. കുറച്ചുകൂടെ ഒന്ന് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിനുശേഷം ഇനി ഇത് ഒന്നുകൂടെ ഒന്ന് മിക്സ് ആക്കാം. ഓക്കെ, തലിയൊന്ന് മിക്സ് ആക്കട്ടെ. ഒരു സമയത്ത് ഭൃംഗരാജിൻ്റെ പൗഡർ ഉണ്ടെങ്കിൽ ചേർക്കാം. ഭൃംഗരാജ് ഇല്ല എങ്കിൽ ഭൃംഗരാജിൻ്റെ തൈ പറമ്പിൽ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അതിൻ്റെ നീര് പിഴിഞ്ഞ് 1-2 തുള്ളി ഇതിലേക്ക് ചേർത്താൽ വളരെയധികം നല്ലതാണ്. ഇനി ഇതിലേക്ക് നമ്മൾ ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളൂടെ ചേർക്കുന്നുണ്ട്. മുടിക്ക് നര വരുന്നതിന് പല വിറ്റാമിൻസിൻ്റെ കുറവുണ്ട്. അതിൽ നമുക്ക് പരിഹാരം കണ്ടെത്താൻ നാച്ചുറലായിട്ട് നമുക്ക് സഹായിക്കുന്നതാണ്. പരിഹാരം കണ്ടെത്താൻ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂളിൽ നിന്ന് സാധിക്കും. ഒരു വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ നമുക്കിതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഓക്കെ, അങ്ങനെ വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ടുണ്ട്. വിറ്റാമിൻ ഇ ക്യാപ്സ്യൂൾ ചേർത്തിട്ടുണ്ട്. അതിനുശേഷം ഇത് നല്ല പോലെ മിക്സ് ആക്കിയിട്ടുണ്ട്. ഈ ഒരു പരുവം, അതായത് നമ്മുടെ മുടിയിലിട്ട താഴെ വീഴാത്തതുകൊണ്ട് ഈ ഒരു പരുവത്തിലായിട്ട് ഇരിക്കണം. അല്ലാതെ ഭയങ്കരമായ ലൂസായി പോവാൻ ഒരു കാരണവശാലും പാടില്ല കേട്ടോ. കണ്ടോ, നല്ല അടിപൊളി കളറാണ്. പക്ഷേ നമ്മൾ ക്യാമറയിൽ നോക്കുന്ന സമയത്ത് പച്ച കളർ തോന്നുന്നുണ്ടെങ്കിലും നമ്മൾ നേരിട്ട് നോക്കുന്ന സമയത്ത് ബ്ലാക്ക് കളറിൽ തന്നെയാണ് ഇതിരിക്കുന്നത്, ഒരു നോർമൽ ബ്ലാക്ക് കളറിലേക്ക് ഇരിക്കുന്നത്. ഇനി ഇത് നിങ്ങളെ മുടിയിലിടുന്ന സമയത്ത് മുടി നല്ല പോലെ ഷാമ്പു ഉപയോഗിച്ച് വാഷ് ചെയ്തതിന് ശേഷം പിറ്റേ ദിവസമേ നിങ്ങൾ ഉപയോഗിക്കാവുള്ളൂ. ഷാമ്പു ചെയ്ത് വാഷ് ചെയ്തിട്ട് നനവോടുകൂടി ഉപയോഗിക്കരുത്. മുടി ഡ്രൈ ആയിരിക്കണം. ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് ഓയിലിൻ്റെ അംശമോ ഒന്നും തന്നെ മുടി കാണരുത്. നിങ്ങളിപ്പം ഡൈ ഒക്കെ ഉപയോഗിച്ചിട്ട് ഈ പാക്ക് ഇടാനായിട്ട് നോക്കുകയാണെങ്കിൽ മുടിയിൽ അത് പിടിക്കില്ല. ഡ്രൈ ഒന്നും മുടി കാണാൻ പാടില്ല. ഇപ്പോൾ കെമിക്കൽ ഡ്രൈകളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടെങ്കിൽ അതിനുശേഷം ഇത് ഇടാനായിട്ട് നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് മുടിയിൽ പിടിക്കില്ല. കാരണം അതിനകത്തൊരു മുടിയിൽ ഓൾറെഡി ഒരു വലയം തീർത്ത് വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഇത് ഇടുകയാണെങ്കിൽ കിട്ടില്ല റിസൾട്ട്. നിങ്ങളുടെ മുടി ക്ലീൻ ആയിരിക്കണം, ഡ്രൈ ആയിരിക്കണം, എന്നാലേ ഈ ഒരു പാക്ക് ഇടുന്ന സമയത്ത് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ ആയുർവേദിക് പരമായിട്ടുള്ള 3 കാര്യങ്ങൾ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അത് വളരെ നല്ലതാണ്. ഡോക്ടർ എനിക്കും എൻ്റെ ഹസ്ബൻഡിനും പറഞ്ഞു തന്ന കാര്യമാണ്. നിങ്ങൾക്കും റിസൾട്ട് കിട്ടും. ഷാമ്പു ആണെങ്കിലും ആ ഒരു ഹെയർ സെറം ആണെങ്കിലും ഓയിലാണെങ്കിലും ഒക്കെ അടിപൊളിയാണ്. നിങ്ങൾക്ക് അത് വേണമെങ്കിൽ മേടിക്കാം. ഇതൊരു പ്രൊമോഷൻ വർക്കൊന്നുമല്ല. ഞാൻ എൻ്റെ ലൈഫിൽ ഡോക്ടറുമായിട്ട് സംസാരിച്ച സമയത്ത് ഡോക്ടർ എനിക്കൊരു ചേഞ്ചസിനും എൻ്റെ മുടിയുടെ പ്രശ്നം കണ്ടപ്പോൾ എനിക്ക് പറഞ്ഞു തന്നതാണ്. അതും കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നതെന്ന് മാത്രമേ ഉള്ളൂ കേട്ടോ. ഇത് ഡോക്ടേഴ്സാണ് എത്തിക്കുന്നത്, അതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഇക്കാര്യം പറഞ്ഞത്, അല്ലാതെ പ്രൊമോഷൻ വർക്കൊന്നും അല്ല. ഇതാണ് ഞാൻ പറഞ്ഞ ആ ഒരു 4 കാര്യങ്ങളും. ഈ 4 കാര്യങ്ങളും വളരെയധികം നല്ലതാണ്. ആദ്യമേ ഞാൻ കാണിക്കുന്നത് ഗോൾഡൻ ഇൻക്ലൂഡ് ആയിട്ടുള്ള ഷാമ്പു ആണ്. ഇത് വളരെ നല്ലതാണ്. ഇതാണ് ഹെയർ ഓയിൽ. ഹെയർ ഓയിലും നല്ലതാണ്. ഇതിനകത്ത് ചേർത്തേക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മുടെ മുടിയുടെ വളർച്ചയ്ക്കും മുടിയിലുണ്ടാകുന്ന നരയ്ക്കും ഒക്കെ
കുറയ്ക്കാൻ സഹായിക്കുന്നതാണ്. നര വേരിൽ നിന്ന് തന്നെ മാറ്റാൻ സാധിക്കും. അതിൽ ചേർത്തുന്ന എല്ലാ കാര്യങ്ങളും മെൻഷൻ ചെയ്തേക്കുന്നുണ്ട്. ഇത് ഹെയർ സെറമാണ്. ഇതും നല്ലതാണ്. നിങ്ങൾക്ക് ഏതാണ് മേടിക്കാൻ ആഗ്രഹിക്കുന്നത് അത് മേടിക്കാൻ. ഞാൻ പറഞ്ഞ 4 എണ്ണവും നല്ലതാണ്. നിങ്ങൾക്ക് ഈ കാണുന്ന 2 വാട്സാപ്പ് നമ്പർ വഴിയും അതല്ലെങ്കിൽ അവരുടെ വെബ്സൈറ്റ് വഴിയും ഫ്ലിപ്കാർട്ട് ആമസോൺ വഴിയും മേടിക്കാം. ഇത് ഡോക്ടേഴ്സാണ് നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. 100% നിങ്ങൾക്ക് റിസൾട്ട് കിട്ടുന്നതാണ്. പാക്ക് തയ്യാറാക്കിയതും അത് ഉപയോഗിച്ചിട്ടുള്ള റിസൾട്ടും ഒക്കെ ഉണ്ടല്ലോ. മുടിയിലെ നര മാറ്റാൻ നിങ്ങൾക്ക് എളുപ്പം തന്നെ സാധിക്കും. ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചെയ്തു നോക്കിയാൽ മതി. പിന്നെ ആയുർവേദിക് പരമായിട്ടുള്ള ആ കാര്യങ്ങൾ നിങ്ങൾ കണ്ടല്ലോ, അതും നല്ലതാണ്. ഇപ്പം പലർക്കും ജോലി തിരക്കുകളൊക്കെ കൊണ്ട് അവരുടെ മുടിയെ ശ്രദ്ധിക്കാതെ വരുമ്പോൾ നര വന്നു കഴിയുമ്പോൾ പിന്നെ കൂടി കഴിഞ്ഞിട്ട് നമ്മൾ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാലും പാക്കുകൾ അപ്ലൈ ചെയ്താലും പെട്ടെന്ന് റിസൾട്ട് കിട്ടണമെന്നില്ല. ആയുർവേദിക് പരമായിട്ടുള്ള ആ കാര്യങ്ങൾ ചെയ്താൽ മതി, പെട്ടെന്ന് റിസൾട്ട് കിട്ടും. ഇപ്പം നിങ്ങൾ ഈ പറയുന്ന പോലെ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിങ്ങൾ ഈ പറയുന്ന പാക്ക് അപ്ലൈ ചെയ്ത് കഴിയുമ്പോൾ നിങ്ങൾക്ക് നല്ല പോലെ ചേഞ്ചസ് കിട്ടും. എന്തായാലും നിങ്ങൾ ചെയ്ത് നോക്ക്. ചെയ്തിട്ട് അതിന്റെ റിസൾട്ട് വന്ന് എന്നോട് പറയണേ. ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കാണുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ട ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ. ഇഷ്ടപ്പെട്ടിട്ടില്ല എങ്കിൽ ഡിസ്ലൈക്ക് ചെയ്തോളൂ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ വന്ന് ചോദിക്കും, അതിന്റെ മറുപടി പറയുന്നതാണ്. ഈ ഒരു വീഡിയോ മാക്സിമം നിങ്ങൾ ഷെയർ ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതിയൊരു വീഡിയോ കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ല ദിവസം ആശംസിക്കുന്നു. ബൈ.